ഹലോ! ഇന്ന് സൂര്യ സാറിൻ്റെ 'വിശ്വനാഥ് ആൻഡ് സൺസ്' മൂവി റിലീസാവുന്ന ഡേറ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ FDFSൻ്റെ ഷോയൊക്കെ കാണാൻ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഭാര്യയും ഭർത്താവും. പക്ഷേ ഞങ്ങൾക്ക് ഇതിനിടയിൽ വേറൊരു വർക്ക് വന്നപ്പോഴത്തേക്കും നമ്മളത് കമ്മിറ്റ് ചെയ്തു. അപ്പോൾ രാവിലെ ഞങ്ങൾ വർക്കിന് പോയത് തമിഴ്നാടാണ് കേട്ടോ. മാർത്താണ്ഡമൊക്കെ കഴിഞ്ഞ് പോകണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ഈ ബണ്ണെന്ന് പറഞ്ഞ സാധനം എവിടെ നോക്കിയാലും എനിക്ക് സമയത്ത് കിട്ടാറില്ല. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോയത് കാറിലായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞതില്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ഇങ്ങനൊരു വീഡിയോ ക്ലിപ്പ് തന്നെ ഫോണിലുള്ളത് ഞാൻ കണ്ടത്. കാരണം ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു. രാവിലെ പോയതായിരുന്നു, ഭയങ്കര ടയേർഡായിരുന്നു. വീടെത്തും വരെ ഉറങ്ങി. നിധി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നൈറ്റ് 10:15 ഷോ ബുക്ക് ചെയ്ത് കേട്ടോ. ടയേർഡാണ്, എന്നാലും ഫസ്റ്റ് ദിവസം കണ്ടില്ലെങ്കിൽ എന്തോ ഒരു സ്ട്രെസ്സാണ്. പ്രത്യേകിച്ച് സൂര്യ സാറിൻ്റെ മൂവി അങ്ങനെ മിസ് ചെയ്യാൻ തോന്നത്തില്ല. അപ്പോൾ നിധിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഈ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ അവൾക്ക് തൊടണം എന്ന് പറഞ്ഞ് കൊണ്ട് തൊട്ടാണ് കേട്ടോ. ആർടെക്സ് സിനിമാസിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം പടമൊക്കെ തുടങ്ങിയത് ഇപ്പോൾ ഇൻ്റർവെല്ലായി. ആൾ ഹാപ്പി ആയിരുന്നു. അവളും ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഫുൾ മൂവി ഇരുന്ന് കണ്ടിട്ടോ, ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ മൂവിയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇപ്പം നമ്മുടെ കറുപ്പ് മൂവി കഴിഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊക്കെ പേഴ്സണലി കുറച്ച് എക്സ്പെക്റ്റേഷൻ കുറവായിരുന്നു. അടുത്ത പടം എന്തായാലും ആ ലെവൽ എത്തൂല എന്ന് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആവണേ എന്നുള്ളൊരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. പക്ഷേ എന്നൊരു അഭിപ്രായത്തിൽ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. നമുക്ക് നല്ല സ്ട്രെസ് റിലീഫാവും. കാരണം ഞാൻ തന്നെ ഇപ്പോൾ ടയേർഡായിട്ടാണ് പോയിരുന്ന് കണ്ടത്. പക്ഷേ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മൂവി പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ രാവിലത്തെ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ബ്ലാങ്ക് ആയിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടിട്ട് ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. കഥ ഇങ്ങനെ ആവാം. പക്ഷേ കറക്റ്റാണ് കേട്ടോ. ട്രെയിലറിൽ എന്താണോ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ് മൂവി. അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ്. പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇത് അച്ഛനും മോളും തമ്മിലുള്ള പ്ലേ ടൈമാണ് കേട്ടോ. നിധി ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഭയങ്കര ഹാപ്പിയാണെങ്കിൽ നിധിയുടെ അച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിധിക്ക് നമ്മളാരും വേണ്ട കേട്ടോ. അച്ഛൻ, അതായത് ചേട്ടൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ വീട് മൊത്തം അച്ഛ. പിന്നെ അച്ഛൻ്റെ പല വെറൈറ്റി നമ്മളിവിടെ കേൾക്കാം. അച്ഛേ, അച്ചു, അച്ചി, അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഫുൾ അച്ഛൻ മൂടാണ്. പിന്നെ പെൺപിള്ളേർക്ക് അങ്ങനെയാണല്ലോ, അച്ഛന്മാരെയാണ് കൂടുതൽ ഇഷ്ടം. നമുക്കത് കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നിധിയുടെ അച്ഛനെ കാണാനില്ല, നിധിയുടെ അച്ഛൻ എവിടെയോ പോയെന്ന്. അപ്പോൾ ആൾ സങ്കടപ്പെട്ടെങ്കിലും അവൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ തിയേറ്റർ എക്സ്പീരിയൻസും വിശേഷങ്ങളും സിനിമയുടെ റിവ്യൂ ഒക്കെ. അപ്പോൾ നിധിയെ എത്ര വിളിച്ചിട്ടും നിധി വീട്ടിലോട്ട് വരുന്നില്ലായിരുന്നു. അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു വാ നിധി പോവാന്നൊക്കെ പറഞ്ഞ് അവസാനം എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്താണ് നിധിയെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയത്. ഭയങ്കര പാടാണ് കേട്ടോ. അവൾ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.